കൊതുക് കാളയെ വെല്ലുവിളിക്കാൻ തുടങ്ങി. നീ ആണാണെങ്കിൽ എന്നോട് പോരാടാൻ വാടാ, നീ എനിക്ക് വെറും പുല്ലാണ്, തൃണമാണ് എന്നൊക്കെ പറഞ്ഞ് കൊതുക് കാളയെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഈ ഒരു വെല്ലുവിളി അസഹ്യമായ സമയത്ത് കാള ആ വെല്ലുവിളി ഏറ്റെടുത്തു. അങ്ങനെ സ്ഥലം നിശ്ചയിച്ചു, യുദ്ധം ചെയ്യേണ്ട സ്ഥലം നിശ്ചയിച്ചു, സമയവും കാലവും ഒക്കെ നിശ്ചയിച്ചു. അങ്ങനെ എല്ലാം കൃത്യമായി ആ ഒരു സമയത്ത് കാള അവിടെ എത്തി. കൊതുകും ആ സ്ഥലത്തെത്തി. ആളുകൾ ചുറ്റും കൂടി. ഇത് കാണാൻ വേണ്ടി എത്തിയ ആളുകളോട് കൊതുക് പറഞ്ഞു, ഞാനാണ് ഈ യുദ്ധത്തിലെ വിജയി, കാരണം എൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കാള ഇവിടെ എത്തിയിരിക്കുകയാണ്. എനിക്ക് പറ്റിയ എതിരാളിയാണ് കാള. എനിക്ക് ആ കാളയുടെ അതേ കരുത്തുള്ളത് കൊണ്ടാണ് അവൻ ആ വെല്ലുവിളി ഏറ്റെടുത്തത്. അതുകൊണ്ട് ഞാനാണ് വിജയി എന്ന് കൊതുക് പ്രഖ്യാപിച്ചു. കാള ഉത്തരം മുട്ടിപ്പോയി. കാരണം എന്താണ് മറുപടി പറയേണ്ടതെന്ന് കാളയ്ക്കറിയില്ല. ഇങ്ങനെയാണ് പല വെല്ലുവിളികളും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആളും തരവും നോക്കി. പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, ആളും തരവും നോക്കി നമ്മൾ വെല്ലുവിളികൾ ഏറ്റെടുക്കുക. നമുക്ക് പറ്റിയ എതിരാളിയാണോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക. കൊതുകിനെ പോലെ നിസ്സാരമായിട്ടുള്ള ആ ജീവികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ വെല്ലുവിളി ഏറ്റെടുക്കാതെ, പലപ്പോഴും അപകടം നിറഞ്ഞ അല്ലെങ്കിൽ കുതന്ത്രങ്ങളുള്ള വെല്ലുവിളികളായിരിക്കും, അവയെ ഏറ്റെടുക്കാതെ ബുദ്ധിപൂർവം ജീവിക്കുക. ഹാവ് എ നൈസ് ഡേ.